വീഡിയോ കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഇത് വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് പോകണം. അപ്പം ആദ്യം സംവിധായക ആരെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഗോഡിന് അടുത്തടുത്ത് വെക്കുമ്പോൾ ഡയറക്റ്റിൽ വീഡിയോ കൊടുക്കും. ആദ്യം തന്നെ രൂപേഷേട്ട, ദീപക്കേട്ട, സാർ എല്ലാവർക്കും നന്ദി. രൂപേഷേട്ട പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ടീച്ചറായിരുന്നു ചെയ്തത്. ടീച്ചറിന്റെ മ്യൂസിക് ചെയ്യാൻ എന്നെ തന്നു. ഞങ്ങൾ 2 ദിവസം ഇങ്ങനെ ഇരുന്നു, ഒന്നും ആയില്ല. 2 ദിവസം കഴിഞ്ഞ് രൂപേഷേട്ടനെ വിളിച്ചു, കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് ഒതുങ്ങിച്ചു. ചേട്ടൻ പുറത്തിരുന്നു. ഇതിനകത്ത് വന്നിട്ട് ചേട്ടൻ ഇങ്ങനെ കാണിച്ചു. അന്ന് തൊട്ട് ഞങ്ങൾ സിങ്കായി. അത് പിന്നെ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഇത് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് എല്ലാ ജോണറുകളും ഉണ്ട്. എല്ലാ ജോണർ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ജോണർ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഗോഡൻ കൊണ്ടുവന്ന ടെർമിനോളജിയാണ്. ഇത് സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും 5 മിനിറ്റ് കൂടുമ്പോൾ ജോണർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയൊരു ടെർമിനോളജി മുമ്പിൽ ഓടുന്നു. ഇതൊരു ജോണർ ഷിഫ്റ്റിംഗ് മൂവിയാണ്. അപ്പോൾ എന്തായാലും ജൂൺ 26 തിയേറ്റർ റിലീസാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ആണ് തീർച്ചയായിട്ടും. ഞാൻ രണ്ടുപേരും ഈ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഈ പാട്ട് പാടിയ ഫൗസിയ, ഇതിന്റെ ലിറിക്സ് എഴുതിയ അരുൺ കെ നാരായണൻ. ഫൗസിയനെ പറ്റി ഗോഡൻ ഒരു വാക്ക് പറയുന്നത് അതിനെ പറ്റി ഞാൻ പറയും. ഫൗസി എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാത്തതാണ്. ഫൗസിനെ ഞാൻ ആദ്യം സംഭവത്തിൽ നമ്മുടെ സംഭവത്തിലെ ഒന്നിന്റെ എൻട്രൻസ് സോങ് ഫൗസിനെയാണ് പാടിയത്. അപ്പം ഇതിലും ഫൗസിനെ തന്നെ പാടിച്ചു. എന്താ പറയുന്നത്, നല്ല കുട്ടിയാണ്. ഭയങ്കര ടാലന്റഡ് ആയ കുട്ടിയാണ്. അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എന്താ പറയുക ട്രാക്ക് കേട്ട ട്രാക്ക് ഉണ്ട്. ഇത് അത്ര എളുപ്പമല്ല പാടാൻ. അപ്പൊ ഇത് ഞാനിങ്ങനെ ഗോഡന് ചോദിച്ചു പാട്ടെല്ലാം കൊള്ളാം, ആര് പാടുന്നു ചോദിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ വേറെ കുറെ പേരുകൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തെല്ലാം ചെയ്തു. പക്ഷെ അവസാനം ഗോഡൻ പറഞ്ഞു ഞാൻ ഈ സംഭവത്തിൽ പാടിയ കുട്ടിയെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ നല്ല ഗ്രൗണ്ട് വന്നു ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് പോയി. കാരണം എനിക്ക് തോന്നുന്നില്ല നാഗപ്പാട്ട് ട്രാൻസിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ഈ അരുൺ കെ നാരായണനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ഈ വരികൾ എഴുതിയ ലിറിസിസ്റ്റാണ്. ഇദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഇദ്ദേഹമാണ് തീവ്രം. ഞാൻ ആദ്യം സംസാരിച്ച തീവ്രത്തിൽ ലിറിസിസ്റ്റ്. അപ്പൊ ഈ പറയുന്ന പോലെ അദ്ദേഹം തീവ്രത്തിൽ ലിറിക്സ് എഴുതിയതിനു ശേഷം നാട് വിട്ടു. പിന്നെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അത് ഈ സിനിമയുടെ ലിറിക്സ് ആരുകൊണ്ട് എഴുതിക്കും. നമ്മുടെ കയ്യിൽ അർഷദ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, ഗോഡന്റെ എന്താ പറയുക ടീമിലുള്ള പയ്യനാണ്. അദ്ദേഹം എന്താ പറയുക 2 ലിറിക്സ് എഴുതിയിട്ടുണ്ട് 2 പാട്ടുണ്ട്. അപ്പൊ ഈ സിനിമയുടെ എസ്പെഷ്യലി ഇപ്പോൾ ഞങ്ങൾ ടൈം ലൈൻ ഭയങ്കര സമയമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്നാണ് ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, എന്തൊക്കെയുണ്ട് ബ്രോ, എത്ര നാളായി കണ്ടിട്ട്. അപ്പൊ ഞാൻ കറക്റ്റ് സമയം പാടാതെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവനെ കൊണ്ട് 2 പാട്ടും ലിറിക്സ് എഴുതിച്ചത്. കദ്രുവിൻ വംശ